വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റൽസിലെ പാരാമാഗ്നറ്റിസവും അതിൻ്റെ റീസണിനെ കുറിച്ചുമാണ്. നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ് പാരാമാഗ്നറ്റിസം ആൻഡ് ഡയമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വീക്ക്ലി അട്രാക്ഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസുകളാണെങ്കിൽ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യുന്ന സബ്സ്റ്റൻസുകളായിരിക്കും. അപ്പം ഇത്തരം സബ്സ്റ്റൻസുകളുടെ ഓർബിറ്റലുകളിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോണുകളാണ് പാരാമാഗ്നറ്റിസത്തിൻ്റെ റീസണായി നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ ഓർബിറ്റലുകളിൽ ഈ ഇലക്ട്രോണുകളെല്ലാം പെയർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് ഡയാമാഗ്നറ്റിസത്തിൻ്റെ റീസണായും നമ്മൾ പറയുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസിഷൻ മെറ്റൽ അയോണുകളുടെ പാരാമാഗ്നറ്റിസമാണ്. ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്ന എലമെൻറ്റുകൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവയുടെ ഡി ഓർബിറ്റലുകളിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ അതാണ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെയും ട്രാൻസിഷൻ മെറ്റൽ അയോണുകളുടെയും പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കുള്ള റീസണായി നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കൂടുതൽ വിശദമായി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം പ്രധാനമായും 5 ടൈപ്പ് ഡി ഓർബിറ്റൽസ് ആണുള്ളത്. അതായത് DXY, DYZ, DXZ, DX2 Y2 ആൻഡ് DZ2. അതിലെ ഓരോ ഡി ഓർബിറ്റലിലും പരമാവധി 2 ഇലക്ട്രോണുകൾ വീതമാണ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നും അങ്ങനെ ടോട്ടൽ 10 ഇലക്ട്രോണുകൾ, അതായത് 2 × 5 10 ഇലക്ട്രോണുകളെയാണ് ഡി ഓർബിറ്റലുകളിൽ ഒരു പർട്ടിക്കുലർ ഷെല്ലിലെ ഡി ഓർബിറ്റലിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നതനുസരിച്ച് എങ്ങനെ വരുന്നു എന്നൊന്ന് നോക്കാം. ഇവിടെ D1 തൊട്ട് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പം ഇലക്ട്രോണുകളെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലും 5 സ്ക്വയർ ബോക്സുകൾ കാണാൻ സാധിക്കും. അതിൽ ഓരോ ബോക്സുകളും ഓരോ ഡി ഓർബിറ്റലുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ D1 കോൺഫിഗറേഷൻ വരുന്ന കേസിൽ ഈ 5 ഡി ഓർബിറ്റലിലെ ഒരു ഡി ഓർബിറ്റലിൽ മാത്രം ഒരു സിംഗിൾ അൺപെയർഡ് ഇലക്ട്രോൺ നമുക്ക് കാണാം. ഇനി D2 വരുമ്പോൾ എന്താണ്, തൊട്ടടുത്ത ഡിയിലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ എത്തി, അപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺ. D3 വരുമ്പം മൂന്നാമത്തെ ഡി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണും കൂടെ എത്തുകയാണ്, അങ്ങനെ 3 അൺപെയർഡ് ഇലക്ട്രോൺ. D4 കോൺഫിഗറേഷനിൽ 4 അൺപെയർഡ് ഇലക്ട്രോണും. D5 വരുമ്പം 5 അൺപെയർഡ് ഇലക്ട്രോണുകളും കാണാം. ഇനി D6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തുമ്പം ഇതിൽ ആദ്യത്തെ ഈ 5 എണ്ണം ഓരോ സിംഗിൾ ഇലക്ട്രോൺ കഴിഞ്ഞ് 6ാമത്തെ ഇലക്ട്രോൺ അതിലെ ആദ്യത്തെ ഓർബിറ്റലിലേക്ക് വന്ന് പെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. D7 വരുമ്പം തൊട്ടടുത്തതും കൂടെ പെയർ ചെയ്തു, അപ്പോൾ പിന്നെ അവിടെ 3 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. D6 4 അൺപെയർഡ് ഇലക്ട്രോണും D7 3 അൺപെയർഡ് ഇലക്ട്രോൺസും കാണാം. D8 വരുമ്പം തൊട്ടടുത്ത ഡി ഓർബിറ്റലും കൂടെ എന്താണ്, അതായത് 3 ഡി ഓർബിറ്റലുകൾ പെയർഡ് സ്റ്റേറ്റിലും 2 എണ്ണം അൺപെയർഡ് സ്റ്റേറ്റിൽ, അവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺ കാണാം. D9 വരുമ്പം 4 ഡി ഓർബിറ്റലുകൾ പെയർഡ് സ്റ്റേറ്റും അവസാനത്തെ ഒരെണ്ണത്തിൽ മാത്രം ഒരു അൺപെയർഡ് ഇലക്ട്രോണും കാണാം. D10 വന്നാലോ ഉള്ള 5 ഡി ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വീതമാണ്, ഓൾ ദി ഇലക്ട്രോൺസും പെയർഡ് സ്റ്റേറ്റിൽ. അപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എല്ലാ ഇലക്ട്രോണുകളും പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ D1 തൊട്ട് D9 കോൺഫിഗറേഷൻ വരുന്ന എല്ലാ കേസിലും എന്താണ്, അൺപെയർഡ് ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അൺപെയർഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് ആണ് ട്രാൻസിഷൻ മെറ്റൽ അയോണുകളുടെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കുള്ള റീസൺ. ഓക്കെ, അതുമാത്രമല്ല ഈ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ നമ്പർ കൂടുമ്പം മാഗ്നറ്റിക് പ്രോപ്പ് കൂടും. അതായത് ഇപ്പോൾ D1 നിന്ന് D2 കോൺഫിഗറേഷനിലേക്ക് പോകുമ്പോൾ D1 ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ D2 2 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് D1 കോൺഫിഗറേഷൻ ഉള്ള ഒരു മെറ്റൽ അയോണിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആയിരിക്കും D2 കോൺഫിഗറേഷൻ ഉള്ളത്. വീണ്ടും നമ്മൾ D3യിലേക്ക് എത്തുമ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോണും കൂടി കൂടുന്നു, അപ്പോൾ D3 കോൺഫിഗറേഷൻ ഉള്ളത് കൂടുതൽ പാരാമാഗ്നറ്റിക് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ വരുന്നത് നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്ന D5 കോൺഫിഗറേഷൻ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ D5 കോൺഫിഗറേഷൻ ഉള്ളതായിരിക്കും ഏറ്റവും പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുക. പിന്നീട് D6 D7 അങ്ങനെ പോകുമ്പം എഗെയിൻ അൺപെയർഡ് ഇലക്ട്രോൺ കുറയുന്നു, അതിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കുറയും. നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയായി യൂസ് ചെയ്യുന്നത് ഇതാണ്.
മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു. ഇതിൽ എൻ എന്ന് പറയുന്നത് ആ മെറ്റൽ അയോണിലുള്ള അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് പാരാമാഗ്നറ്റിക് മൊമെൻറ്റും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം. നമുക്ക് 1-2 എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് Mn2+ അയോൺ. അതായത് മാംഗനീസിൻ്റെ 2+ അയോണിക് ഫോമിലുള്ള അതിൻ്റെ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുകയാണ്. അതായത് അതിൻ്റെ അറ്റോമിക് നമ്പർ 25 ആണ്. 1s2 2s2 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവസാനം വരിക 3d5 4s2 എന്നാണ്. അപ്പം മാംഗനീസ് ആറ്റത്തിൽ 3d5 4s2 കോൺഫിഗറേഷൻ ആണെങ്കിൽ അത് Mn2+ ഫോമിലേക്ക് മാറുമ്പം 2 ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഔട്ടർ ഷെല്ലായ 4th ഷെല്ലിലെ എസ് ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണുകളെ റിലീസ് ചെയ്ത് കഴിയുമ്പം മാംഗനീസ് ആറ്റം Mn2+ അയോണായി മാറുകയും അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s0 എന്ന് വരുന്നു. അപ്പോൾ അതിൽ ബോക്സ് റിപ്രസെൻറ്റേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാംഗനീസിൻ്റെ D5 കോൺഫിഗറേഷനാണ്, Mn2+ അയോണിൻ്റെ D5 കോൺഫിഗറേഷനാണ് കാണാൻ സാധിക്കുക. അതായത് അതിൻ്റെ 5 d ഓർബിറ്റലിലും ഓരോ അൺപെയ്ഡ് ഇലക്ട്രോൺ, അതായത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 5 ആണ്. അപ്പം നമ്മൾ ആ എന്നിൻ്റെ വാല്യൂ 5 ആയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2, അതായത് റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 പ്ലസ് 2, റൂട്ട് 35, അതായത് 5.9 സംതിങ് എന്നാണ് വരിക. അത്രയും ബോർ മാഗ്നറ്റോൺ, പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് ബോർ മാഗ്നറ്റോണിലാണ് പറയുക. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. വിച്ച് ഈസ് മോർ പാരാമാഗ്നറ്റിക്, Fe2+ ഓർ Fe3+? അയണിൻ്റെ 2 ഓക്സിഡേഷൻ സെറ്റുകളാണ് 2+ ആൻഡ് 3+, അതായത് ഫെറസ് അയോണും ഫെറിക് അയോണും. ഇതിലേതാണ് മോർ പാരാമാഗ്നറ്റിക് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അയണിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s2 എന്ന് വരുന്നു. ഇനി നമ്മൾ Fe2+ൻ്റെ കോൺഫിഗറേഷനിലേക്ക് പോകുമ്പം അയൺ ആറ്റത്തിൻ്റെ 4s സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ 3d6 4s0 എന്ന് വരുന്നു. അപ്പോൾ ഈ ബോക്സ് റിപ്രസെൻറ്റേഷൻ കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പം ആദ്യത്തെ 5 d ഓർബിറ്റലിലും ആദ്യം ഓരോ അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നതിന് ശേഷം 6th ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ പെയർ ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ പിന്നെ ബാക്കി 4 അൺപെയ്ഡ് ഇലക്ട്രോണുകളെ Fe2+ലുള്ളൂ. എന്നാൽ Fe3+ അയോണായി മാറുമ്പം അയൺ ആറ്റത്തിൽ നിന്നും മൊത്തത്തിൽ 5 ഇലക്ട്രോണുകളാണ് റിലീസ് ചെയ്യുക. 4s നിന്ന് 2ഉം 3dയിൽ നിന്ന് ഒരെണ്ണം കൂടെ റിലീസ് ചെയ്യുന്നു. ടോട്ടൽ 3 ഇലക്ട്രോൺ ആണ് റിലീസ് ചെയ്യുക. അപ്പോൾ പിന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ 3d5 4s0 എന്ന് വരുന്നു. 3d ഓർബിറ്റലിൽ 5 ഇലക്ട്രോണുകൾ, D5 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 5 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ നമ്പറുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പം Fe2+നേക്കാൾ കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ Fe3+ അയോണിനാണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടുതലുള്ളത് കൂടുതൽ പാരാമാഗ്നറ്റിക് ആയതുകൊണ്ട് Fe3+ Fe2+ അയോണിനേക്കാൾ കൂടുതൽ പാരാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യനുകൾ വരികയാണെങ്കിൽ തന്നിരിക്കുന്ന മെറ്റൽ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൽ എത്ര നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനാവും. അതുപോലെ തന്നെ തന്നിരിക്കുന്ന മെറ്റൽ അയോണുകളിൽ ഏതാണ് മറ്റതിനേക്കാൾ കൂടുതൽ പാരാമാഗ്നറ്റിക് എന്ന് കമ്പയർ ചെയ്യാനായിട്ടും ഈസിലി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ ടൈറ്റാനിയത്തിൻ്റെ 2 അയോണുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പാരാമാഗ്നറ്റിക്സ് ആൻഡ് ഡയമാഗ്നറ്റിക്സ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 22 ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d2 4s2 എന്നാണ് എൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. 3dയിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോണും എന്നാൽ 4s ഫുള്ളി ഫിൽഡിലും നിൽക്കുകയാണ്. ടൈറ്റാനിയം 2+ അയോൺ ആകുമ്പം 4sലെ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 3d2 കോൺഫിഗറേഷനിൽ, അതായത് d ഓർബിറ്റിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോണുകളുണ്ട്. എന്നാൽ ടൈറ്റാനിയം 4+ അയോൺ ആകുമ്പോൾ ഈ 4sലെ 2 ഇലക്ട്രോണുകളുടെ ഒപ്പം തന്നെ 3dന്നും കൂടെ 2 ഇലക്ട്രോൺ, ടോട്ടൽ 4 ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് റിലീസ് ആകുമ്പോഴാണ് ടൈറ്റാനിയം 4+ അയോണായി ഇത് മാറുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ d ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടൈറ്റാനിയം 4+ അയോണിൻ്റെ 1s2 2s2 അങ്ങനെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം നോക്കുമ്പം ഈ 3d വരെയുള്ള ബാക്കിയുള്ള ഓർബിറ്റൽസ് എല്ലാം ഫുള്ളി ഫിൽഡ് ആണ്. അതായത് ടൈറ്റാനിയം 4+ൽ ഫുൾ പെയ്ഡ് ഇലക്ട്രോണുകളാണ്.
എന്നാൽ ടൈറ്റാനിയം 2+ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് പാരാമാഗ്നറ്റിക്കും, ടൈറ്റാനിയം 4+ എല്ലാം പെയ്ഡ് ഇലക്ട്രോണുകളായതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. അപ്പോൾ ഒരു മെറ്റലിൻ്റെ തന്നെ അയോണുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടോ അല്ലെങ്കിൽ അതിലെ ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് ആണോ എന്നതനുസരിച്ച് ഒരു മെറ്റലിൻ്റെ തന്നെ ഡിഫറെൻ്റ് അയോൺസിന് ഡിഫറെൻ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് കോപ്പർ മെറ്റലിൻ്റെ 2 ഡിഫറെൻ്റ് അയോണുകൾ. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 ആണ്. അപ്പോൾ കോപ്പറിൻ്റെ 2 അയോണുകളാണ് കോപ്പർ +1 അയോണും +2 അയോണും. അതിൽ +1 ഫോമിൽ നിൽക്കുമ്പം 4s ഒരു ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് റിലീസായി. അപ്പോൾ നമുക്ക് അതിലെ 3d10 കോൺഫിഗറേഷൻ, ഈ d ഓർബിറ്റലുകൾ 5 എണ്ണവും പെയ്ഡ് സ്റ്റേറ്റിലാണ്, അതായത് അൺപെയ്ഡ് ഇലക്ട്രോണുകളൊന്നും അവിടെ ഇല്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ കോപ്പർ 2+ അയോണിൽ എങ്ങനെയാണ് കോപ്പർ 2+ ആകുന്നത്? 2 ഇലക്ട്രോണുകളെ ആറ്റത്തിൽ നിന്ന് നഷ്ടമാകണം അല്ലേ? അപ്പോൾ 4s ഒരു ഇലക്ട്രോണിൻ്റെ ഒപ്പം 3d ഒരെണ്ണം കൂടെ റിലീസ് ആകുന്നത് കൊണ്ട് 3d9 4s0 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 3d9 വരുന്നത് കൊണ്ട് നമുക്കറിയാം ആ മെറ്റൽ അയോണിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ കോപ്പർ 2+ അയോണിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അത് പാരാമാഗ്നറ്റിക്കും, കോപ്പർ +1 എല്ലാ d ഇലക്ട്രോണുകളും പെയ്ഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ അയോണുകളുടെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയും അതിൻ്റെ റീസൺ, പാരാമാഗ്നറ്റിക് മൊമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്